ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ദേശീയപാത മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിക്കൂവെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ച് തൃശൂർ കളക്ടർ ഓൺലൈൻ ഹാജരായി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ ദേശീയപാത അതോറിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയും വ്യക്തമാക്കി. ദേശീയപാത അതോറിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തണമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കലക്ടർ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കാര്യങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല എന്നാണ് കലക്ടറുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും കോടതി പറഞ്ഞു. തുടർന്ന് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അവശേഷിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്ന് വിശദീകരിക്കാൻ കലക്ടറോട് നിർദ്ദേശിച്ചു. എത്രയും വേഗം ടോൾ പിരിവ് അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റി അഭ്യർത്ഥിച്ചു. പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കാനായിരുന്നു കോടതി നിർദ്ദേശം. ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ചുള്ള നിലവിലെ സ്ഥിതി തൃശൂർ കളക്ടർ ഓൺലൈനിലൂടെ ഹാജരായി വിശദീകരിക്കാൻ ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെന്നും ഗതാഗതം സുഗമമായെന്നും അറിയിച്ച ദേശീയപാത അതോറിറ്റി ടോൾ പിരിവിനുള്ള സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയത്. സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണിയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഗതാഗതം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുമാണ് കലക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ കാനകൾ, കലുങ്കുകളുടെ സ്ലാബുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു. സമയാസമയം ടാറിംഗ് നടത്തി സർവീസ് റോഡുകൾ നല്ല രീതിയിൽ നിലനിർത്തിയാൽ മാത്രമേ ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ദേശീയപാത 66 ആര്യക്കാടിയിൽ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ ഹർജിയിൽ രണ്ടാം റീച്ച് തുടങ്ങുന്ന ചെങ്കളയ്ക്കും പെരിയയ്ക്കുമിടയിൽ ദേശീയപാതയിലൂടെ നിലവിലെ സ്ഥിതി അറിയിക്കാൻ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കേസ് 15-ന് വീണ്ടും പരിഗണിക്കും. തലപ്പാടിയിൽ കർണാടകയിലെ ടോൾ പ്ലാസയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മാത്രമാണ് കുമ്പള ആര്യക്കാടിയിൽ പുതിയ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതെന്ന് ആരോപിച്ച് അഷ്റഫ് കാർല നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നാഗേഷ് നിർദ്ദേശം നൽകിയത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിലവിൽ കർണാടകക്കാരുടെ സ്ഥലത്ത് ടോൾ ഗേറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് 60 കിലോമീറ്റർ അകലെ കേരളത്തിന്റെ ദേശീയപാതയിൽ പെരിയയിൽ ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെയാണ് ആര്യക്കാടിയിൽ താൽക്കാലിക ടോൾ പ്ലാസ പണിയുന്നത്. എന്നാൽ തലപ്പാടിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരം ചെങ്കള വരെ മാത്രമാണ് ദേശീയപാത പണി പൂർത്തിയാക്കിയതെന്നും ബാക്കി വരുന്ന ഭാഗം ദേശീയപാത നിർമ്മിച്ചിട്ടില്ലെന്നും ഹർജിക്കാരൻ അറിയിച്ചു. തുടർന്നാണ് മേഖലയിലെ ദേശീയപാതയുടെ നിലവിലെ സാഹചര്യം അറിയിക്കാൻ നിർദ്ദേശിച്ചത്. ദേശീയപാത നിർമ്മാണം നടന്നിട്ടില്ലെങ്കിൽ ടോൾ പിരിക്കാനാവില്ലെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് കാർല, CM സുബൈൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്. ദേശീയപാതയിൽ ടോൾ പിരിക്കാൻ അനുമതി ലഭിച്ചിട്ടില്ലെന്നും അനധികൃതമായിട്ടാണ് ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നതെന്നും വാദിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ G. ശ്രീകുമാറാണ് ഹാജരായത്.